ഞങ്ങളുടെ സന്തോഷമൊപ്പം സർക്കാരിനുള്ള ചുട്ട മറുപടിയാണ് കേന്ദ്രം കൊടുത്തിരിക്കുന്നത്. അത് വാക്കുകളുകൊണ്ട് ഈ ഒരു സമയത്ത് പറഞ്ഞാൽ തീരുമില്ല. പക്ഷേ ഇവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഞങ്ങളെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പൊരുവരുത്തരം കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷേ അത് ഞങ്ങളെ കാണേണ്ടുന്നവർ കണ്ടു. ഞങ്ങളെ കാണാൻ വന്ന കേന്ദ്രമന്ത്രി ഏത് പാർട്ടി ആയിക്കോട്ടെ, പക്ഷേ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു മനുഷ്യത്വം കാണിച്ച മനുഷ്യനാണ് സുരേഷ് ഗോപി സാറ്. അതിന് അദ്ദേഹത്തെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു നേതാവ് സംസാരിച്ചത്. അത് ഈ സ്ത്രീകൾ ഏത് പാർട്ടിക്ക് അതീതമായിട്ട് ഒരു സ്ത്രീയും അത് സഹിക്കൂല, പൊറുക്കൂല. അതെപ്പോഴും സ്ത്രീയുടെ മനസ്സിൽ ഒരു കനലായിട്ട് കിടക്കും. 30 ദിവസത്തെ ഭഗീരഥ പ്രയത്നത്തിന്റെ ഫലമാണ്. രാവെന്നോ മഴയൊന്നോ ഇല്ലാതെ ഇത്രയും വനിതകൾ ഈ തെരുവോരത്ത് ഉറങ്ങിയും എണീറ്റുമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വനിതാ ആരോഗ്യമന്ത്രി ഇരുന്നിട്ട് അവരുടെ മൂക്കിത്തുമ്പിൽ ഇരുന്നിട്ട് പോലും ഒന്ന് കണ്ണു തുറക്കുകയോ ഈ സമരപന്തലിൽ വന്ന് 1 മിനിറ്റ് നേരം ചെലവഴിക്കുകയോ ചെയ്തില്ല. പക്ഷേ കേന്ദ്രം നമ്മളെ കണ്ടു. നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമായി രാജ്യസഭയിലും ലോകസഭയിലും ഞങ്ങളുടെ കാര്യങ്ങൾ അറിയുകയും ഞങ്ങളുടെ അറിയാൻ ശ്രമിക്കുകയും അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കും.